ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ ഉഗാണ്ട യാത്രാ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് ഉഗാണ്ടയിലെ വെസ്റ്റേൺ സൈഡായിട്ടുള്ള ബറാറയിലോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇതിൻ്റെ യാത്ര തുടരുന്നത് ബൈക്കിലാണ്, ബോഡയിലാണ്. ഞാൻ എന്തായാലും ഒരു ബസ് പാർക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി കൂടുതൽ കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് കാണുന്നതായിരിക്കും കേട്ടോ. ബോഡയ്ക്ക് എനിക്ക് ഇവിടുന്ന് കമ്പാലയിൽ നിന്ന് ചാർജ് വന്നിട്ടുള്ളത് 3000 ഷില്ലിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നാട്ടിൽ ഏകദേശം 65ഓളം രൂപ. എന്തായാലും ഇന്ന് മുതൽ നമ്മുടെ ബറാറ യാത്രാ സീരീസ് തുടങ്ങുകയാണ്. ബറാറ അതുപോലെ തന്നെ അടുത്തുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ടൗണുകളും മറ്റൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മളെന്തായാലും നമ്മുടെ യാത്ര പോകുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമാണ്, കമ്പാല റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ബക്കുലി ബസ് പാർക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാമെന്നാണ് കേട്ടോ. നമ്മുടെ കമ്പാല റോഡിൽ ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള സെന്റിനറി ബാങ്കാണ് ഈ കാണുന്നത്. നല്ല ട്രാഫിക് ജാമാണ്. നമ്മുടെ ബൈക്കുകാരൻ പല രീതിയിലും തിരികെ പോവുകയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തൂടെയും. അവന് കഴിയുന്ന മാതിരിയൊക്കെ അവൻ എല്ലാ ഭാഗത്തൂടെയും പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ട്രാഫിക് ജാം കേട്ടോ. കമ്പാലയിലെ ട്രാഫിക് ജാമാണ് ഈ കാണുന്നത്. ഇതാണ് കിസേക്ക മാർക്കറ്റ്. ഒരു പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ സ്പെയർ പാർട്സുകളും മറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കിസേക്ക മാർക്കറ്റ്. എന്തായാലും നമ്മൾ ബക്കുലി ബസ് പാർക്കിലെത്തിയിട്ട് ബാക്കി ആഴ്ചകളൊക്കെ നമ്മൾ കാട്ടിത്തരാം. ഇവിടെ ഭയങ്കര റഷായിരിക്കും. ഏത് സമയം നോക്കിയാലും നമുക്കിവിടെ റഷായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചെങ്ങായിട്ട് കണ്ടെയ്നറിൻ്റെ ബാക്കിൽ തിരികെ കൊണ്ടുപോകണം. പിന്നെ കൊണ്ടാനുള്ള പരിപാടിയാണല്ലോ. ബക്കുലി ബസ് ടെർമിനലിൻ്റെ അവിടെ എത്തിയിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ബക്കുലി ബസ് ടെർമിനലാണ് ഈ കാണുന്നത്. ഇതാണ് ബക്കുലി ബസ് ടെർമിനൽ. ഇതിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ബസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമുക്ക് ബറാറയിലോട്ടുള്ള ബസ്സുകളും മറ്റൊക്കെ പോകുന്നത്. ഒരുപാട് ബസ്സുകൾ ഈ ഭാഗത്ത് നമുക്ക് കിട്ടും. ഇപ്പോഴത്തെ റേറ്റ് എത്രയെന്ന് അറിയില്ല, പ്രൈസും മറ്റൊക്കെ നമുക്ക് എടുത്തിട്ട് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഗ്ലോബൽ ബസ് എന്നാണ്, ബസ് കോച്ച് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ബറാറയിലോട്ട് പോകുന്നത്. ഇനി അവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബറാറയിലെ കൂടുതൽ കാഴ്ചകളും മറ്റൊക്കെ നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം ഒരു 3:40 ആയപ്പോൾ നമുക്ക് നമ്മുടെ ബസ് യാത്ര പുറപ്പെടുകയാണ്. I got a new friend also here. I will introduce him also. So, Nibato Hasebo. Uruba. Okay. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ബറാറക്കാരനാണ്. ഇനി ഇദ്ദേഹമായിരിക്കും നമ്മുടെ കൂടെ അടുത്തുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ബറാറയെക്കുറിച്ച് കുറച്ച് ഇദ്ദേഹം പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബറാറയെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ ഇദ്ദേഹം പറഞ്ഞുതരാണ്. So can you just explain about what are the good things available in Mbarara? When it comes to Mbarara, it is one of the growing cities in Uganda. Okay. Because we for all along have been having Kampala as the only capital city. But now we have got regional cities. Yes. And the central government has taken that initiative. Okay. That each and every region get a city. So Mbarara is a city now. Okay. So that one means much of the work is still ongoing to cause development in the area. Okay. കമ്പാലയിൽ നിന്ന് 2.5 മണിക്കൂറുള്ള യാത്രയ്ക്ക് ശേഷം മസാക്ക എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ തൽക്കാലം ചെറിയ സ്നാക്സ് അതുപോലെ സോഡ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനും വേണ്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി നമുക്ക് ഫുഡും മറ്റൊക്കെ വാങ്ങിയിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് നേരെ ഒന്നും വാങ്ങാതെ അവിടെ പെട്രോൾ സ്റ്റേഷനിൽ ഒന്നും വാങ്ങാതെ ഒരു വെള്ളമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ കമ്പാലയിൽ നിന്ന് വരുമ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മസാക്ക എന്ന് പറയുന്ന ഈ സ്റ്റേഷനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് നിങ്ങളെ ടോയ്ലറ്റ് പർപ്പസ് അല്ലെങ്കിൽ
എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് പോകുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സോഡയും മറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സോഡ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാക്കാറിൻ്റെ പെട്രോൾ സ്റ്റേഷനാണിത്. ഇവിടെ ആളുകൾ അതായത് ബീഫ് മറിച്ചൊക്കെ വിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ. ഇവിടുന്ന് നമുക്ക് സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോകട്ടോ. നമുക്ക് ഇവിടുന്ന് സോഡ വാങ്ങാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് സോഡ വാങ്ങാം. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് സോഡയും മറ്റൊക്കെ കിട്ടാനുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സോഡയാണ് നോവിഡ. ഇതൊന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടോ. നമ്മളെ ബസ് പോയി. അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ ക്യാഷിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ സലാഹുദ്ദീൻകാരനായിരുന്ന ഒരു നാഗർകോവിലെ ഒരാൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം വന്നിട്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കാണണം. അതാണ് അടുത്ത പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനം നമ്മുടെ ബറാറയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു സിറ്റി ഹെൻറി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ് താമസിക്കുന്നത്. ബാക്കി ബറാറയുടെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ടോ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.